ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ. നീതിപരമല്ല വിധി ഒട്ടും നീതിയുക്തമായിട്ടുള്ളതല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ 8 വർഷമാണ് അതിജീവിത അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ, നീതി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം നീതി എപ്പോഴും പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീതി കിട്ടണം. ഇനി അടുത്തൊരു വിധിക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു, ഇപ്പൊ ഇതിനു വേണ്ടി ശക്തമായി അനുകൂലമായി നിന്നവര് പോലും ഈ സത്യം അറിഞ്ഞ് നീതിക്ക് വേണ്ടി നിന്നവരിന്ന് ഭൂമിയിലില്ല അല്ലെ. അറിയാലോ. ഇനിയിപ്പോ നാളെ ഇത് വരുമ്പോ ഞാൻ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അല്ലേ. അപ്പൊ ഈ ഒരു വിധി എന്തായാലും നീതിയുടെ പക്ഷത്തു നിന്നുള്ള വിധിയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഈ അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു വനിതാ അഭിഭാഷകയാണ്. അവരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ധാർമ്മികമായി ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ നീതിയുക്തമായി ജഡ്ജസ് പോലും അവരെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ബാർ അസോസിയേഷൻ എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അത്തരം ഒരു അഭിഭാഷക വക്കാലത്തെടുത്ത അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു. കാരണം എന്നെ പോലെയുള്ള ധാർമ്മികതയ്ക്ക് വേണ്ടിയും ഇത്തരം വിഷയങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന നീതിക്ക് വേണ്ടി നിൽക്കുന്ന അഭിഭാഷകർക്ക് അത് ഒരു തിരിച്ചടിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ഞങ്ങളെയെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട നീതിപീഠം, പ്രത്യേകിച്ച് ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ വശത്തുനിന്ന് നീതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രോത്സാഹനം തന്നെ കിട്ടണം, ജനങ്ങളുടെ ഇടയിൽ നിന്നും തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ അത് വളരെയധികം വേദനാജനകമാണ്. നമുക്ക് പറയാൻ പറ്റും ഇനി ഹയർ കോടതിയിൽ പോകാമെന്ന്. ഇനി എത്രയോ കാലം അതിനുവേണ്ടി നിൽക്കണം. ഇനി അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ എന്റെ ഒരു ചോദ്യം, ഈ കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായ വിധിയുടെ ഈ പരിഹാരം ആര് കോമ്പൻസേറ്റ് ചെയ്യും? ആരിനാൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സത്യമല്ലേ. ഇവിടെ ഈ സ്ത്രീകളുടെ സുരക്ഷ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച ചില നിയമങ്ങളൊക്കെ വരുന്നതിന് കാരണമായ ഒരു കേസാണ്. അപ്പൊ ഇനി ഈ വിധി വന്നത് അതിനെ ബാധിക്കുമോ? വിധി വന്നത് തീർച്ചയായിട്ടും, കാരണം ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബലമായിട്ട് നമുക്ക് ഈ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല പൊതുവെ സമൂഹത്തിന്റെ ഇടയിൽ ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തും ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തും ചെയ്യാം. അപ്പൊ ഞാനൊരു സ്ത്രീപക്ഷവാദി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നീതിപക്ഷവാദിയാണ്. നീതിയുടെ യഥാർത്ഥ രാഷ്ട്രീയവും യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷനും ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ തുല്യ പങ്കാളിത്തത്തോടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്കുമുണ്ട്. അവരുടെ മാനവും ശരീരവും എല്ലാ സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജുഡീഷ്യറിയും നീതിപീഠവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ പോലും നീതി കിട്ടാത്ത അവസ്ഥയാണ്. ജനാധിപത്യമില്ല വീട്ടിൽ പോലും. പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യവും